ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഡെയിലി വ്ളോഗ്. ഡെയിലി വ്ളോഗല്ല, ഒരു വ്ളോഗ്. കാരണം ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഡെയിലി ഉള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണ്ടേ. നമ്മൾ തുടങ്ങുന്നത് വൈകുന്നേരം തന്നെയാണ്. വയ്യ ഗൈസ്, കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവരെന്നും ഡ്യൂട്ടിയാണോ എന്ന്. എന്നും ഡ്യൂട്ടി ആണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 4 ദിവസം ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ മനുഷ്യൻ്റെ പരിപ്പിളകും. അത് നൈറ്റല്ലേ. നൈറ്റ് ഇപ്പോൾ എനിക്കെന്തോ പഴയ പോലെ അങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പം ഇന്നിപ്പം വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പം നാളെ അത് ചെയ്യണം ഇത് ചെയ്യണം ഒക്കെ പ്ലാൻ ചെയ്യും. ഈ സെയിം കാര്യം ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശവമാണ്. ശവം എന്ന് പറയുമ്പം ഒരു വിഷമമുണ്ട്, എന്നാലും പറയും ശവമാണ് ഞാൻ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ എപ്പോൾ ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. ഫുഡ് കറക്റ്റ് ആവുന്നില്ല, ഒന്നും കറക്റ്റ് ആവുന്നില്ല. എല്ലാം കറക്റ്റ് ആക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാറ്. ആ തകരാറ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു കൊട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. രാവിലെ 9:30 ആയപ്പോൾ കിടന്നതാണ്. ഇപ്പം സമയം വൈകുന്നേരം 5:45 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കിടന്നുറങ്ങി. ഇനിയിപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒരു 7:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 7:15 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കറക്റ്റ് 7:55 ആകുമ്പോൾ അവിടെ എത്തും. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം ഡ്യൂട്ടി ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉണ്ട്, നാളെ ഉണ്ട്, നാളത്തേനുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയണം. ഓക്കെ. ഇവിടെ പിന്നെ വേറൊരു മെയിൻ പ്രശ്നം, ഇവിടെ പകൽ അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. പകൽ ഭയങ്കര വെട്ടമാണ്. ഒന്നാമത് ഇവിടുത്തെ സമ്മറും കൂടെ ആയതുകൊണ്ട് കണ്ടോ, ഈ സമയത്ത് നല്ല വെട്ടമുണ്ട് ഇവിടെ. അപ്പം ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നതല്ല, ഈ വെട്ടമൊക്കെ ഒന്ന് പോയി ഇരുട്ടാവണമെങ്കിൽ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആവും രാത്രിയിൽ. അതുപോലെ രാവിലെ അത്രയും നേരത്തെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെട്ടം വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ നമുക്ക് മിസ്സാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങൾ ഇരിക്കുന്നത്. മുടിയൊക്കെ ഒരുപാട് നീണ്ടു. ഒന്ന് മുടി വെട്ടണം. പിന്നെ താടി ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞാലെന്ന് ആലോചിക്കുന്നു. മുടി വെട്ടി സൈഡൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. കുറേ ആയി വെട്ടിയിട്ട്. എനിക്ക് തോന്നുന്ന ഒരു മാർച്ചിൽ വെട്ടിയതാണ്. ഏപ്രിൽ മെയ് 2 മാസം ആകുന്നു. 2 മാസം ആയിട്ടോ. മാർച്ച് ഒരു 8-9 വെട്ടിയതാണ്. ഇപ്പം മെയ് 9 കഴിഞ്ഞു, 10 2 മാസമായിട്ടിട്ട്. മുടി ഒന്ന് വെട്ടണം. അല്ലെങ്കിൽ മുടി ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഒരുമാതിരി ചകിരിനാര് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും മുടി. അപ്പോൾ മുടി ഒന്നുകൊണ്ട് വെട്ടിക്കണം. പിന്നെ എന്താണ്, ഫുഡ് കഴിക്കണം, കുളിക്കണം, ഡ്യൂട്ടിക്ക് പോകണം. അതൊക്കെ തന്നെ പരിപാടി. നിങ്ങളോർക്ക് എന്തോന്ന് ലൈഫ് ഒന്നും കാണുന്നില്ലല്ലോ, ബാക്കിയുള്ളവർ വ്ളോഗിലേക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഞാനും ആലോചിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എവിടെ നിന്ന് എത്ര കണ്ടന്റ് കിട്ടുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ബൂം പാങ്, ന്യൂസിലാൻഡിലെ നവീൻ ബ്രോയുടെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ നെതർലൻഡിലെ തനി മലയാളിയുടെ വീഡിയോ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ വീഡിയോ കാണാറുണ്ട്. ഇവരൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊന്നും ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ഇവരൊക്കെ 2 ദിവസം കൂടുമ്പോഴേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണോ അറിഞ്ഞുകൂടാ. നമ്മളങ്ങനെ ചെയ്ത് നോക്കിയാലോ. നമ്മളിപ്പോൾ ഡെയിലി അല്ലേ വീഡിയോ ഇടുന്നത്. നമ്മൾ സാധാരണക്കാരൻ, നമ്മുടെ എന്താ പറയുക, അങ്ങനെ നോക്കാമെന്ന് ഓർത്തു. മറ്റേ നമ്മുടെ വിജയ് നമ്മുടെ സിനിമയിൽ പറയുന്നില്ല, അയ്യോ സാർ ഞാനൊരു സാധാരണക്കാരൻ. നമ്മളൊരു സാധാരണക്കാരാണ്, നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്.
നമ്മുടെ പ്രദീപ് ബ്രോ മലപ്പുറത്ത് നിന്ന് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് പുള്ളി. എല്ലാ വീഡിയോസും കമൻറ്റ് ഇടുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ബ്രോ നമ്മളെ കണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ മാസം നമുക്കിനി കുറേ സിനിമകൾ കാണാനുണ്ട്. നമ്മളെ പാട്രിയോട്ട് മൂവി കണ്ടു. ഇനിയിപ്പോൾ ദൃശ്യം കാണണം. അതിരടി വരുന്നുണ്ട്. അതിരടി പോയി കാണണം. അങ്ങനെ കുറേ പ്ലാൻസ്. വെയിൽ സ്ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. വെയിൽ സ്ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഒന്ന് ക്ഷീണമായിപ്പോയി. അതിൻ്റെയാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ എഴുന്നേറ്റേനുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ സൗണ്ട് ഒരു ഗംഭീരമില്ല. അങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. ഓക്കെ. ചെവിയുടെ മേളിലേക്ക് മുടി കയറി കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം ഞാനിത് ഇടയ്ക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ എന്തായാലും ഈ മാസം ഇപ്പം മുടി വെട്ടാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തനിയെ കുറച്ച് ഒന്ന് മിനുക്കിപ്പണി ചെയ്തെന്ന് ആലോചിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ കുറച്ച് പെർഫ്യൂമും കൂടെ അടിച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് പോവുകയാണ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണ്. ഞാനുണ്ട്, അഞ്ചുണ്ട്. അഞ്ചിത് എവിടെ? അഞ്ചു ഹായ് പറ. അഞ്ചിന്ന് ഹായ് പറയില്ല ഗൈസ്. അഞ്ച് കുറച്ച് പിണക്കത്തില്ല. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.